റിവ്യൂസിന്റെ അതിപ്രസരമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. എന്താണ്? ഒന്നുമില്ല, ഇട്ടുപടിയാ. റിവ്യൂസിന്റെ അതിപ്രസരവുമായ റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ദി i20 N-Line. സോ ഇന്ന് നമ്മള് കയ്യിലിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഹോട്ട് ഹാച്ച്, വൺ ഓഫ് ദ ഹോട്ട് ഹാച്ച് അല്ലെ, i20 N-Line. സോ അതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പറയാം. നമുക്ക് N-Line പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ഹ്യുണ്ടയുടെ ബാനറിൽ വന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് ഗ്ലോബലി ലോഞ്ച് ചെയ്ത 2018 നമുക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ 2021 അതിന്റെ ഒരു മെയിൻ റീസൺ, ആ ടൈമിൽ ലോഞ്ച് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഹോട്ട് സെല്ലിംഗ് ഹാച്ച് ആയിരുന്നു പോളോ GT. ഡിസ്കണ്ടിന്യൂ ആയി പോയി. അപ്പൊ ആ ടൈമിലൊരു വിടവുണ്ടായി, ആ ഒരു മാർക്കറ്റ് ഗ്യാപ്പില് ഒരു അതിന് ഒരു പകരമായിട്ട് ഒരു വണ്ടി വരണല്ലോ, അതിനായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുവന്നു. പക്ഷെ ടു ബി സാഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റിയൽ N-Line അല്ല നമുക്ക് കിട്ടിയത്. അതെ, പുറത്ത് ലൈക്ക് വേറെ സ്പെക് ആണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. ഓക്കെ, അത് നമുക്ക് പറയാം. ഇപ്പൊ 2008 ആ സമയത്ത് i20 വേണമെന്നൊരു ടൈം ഉണ്ടായിരുന്നു. അന്ന് പ്രീമിയം ഫീല്, ഫുൾ ഒരു പ്രീമിയം ഹോട്ട് ഹാച്ച് ആയിട്ട് കൊണ്ടുവന്ന ഇന്ത്യൻസിന്റെ ഒരു ഫീച്ചേഴ്സിന്റെ കാര്യത്തിനെ പറ്റി ഒരു ഡിസൈറബിൾ ആവാനായാലും ഒക്കെ ഒരു കൊറിയൻ ആദ്യമായിട്ട് റിലീസ് ചെയ്ത ഒരു i20. അത് ഫുൾ ഫീച്ചേഴ്സ്, സൺറൂഫ്, ABS എല്ലാം ഒരു മോസ്റ്റ് വാല്യൂ ഫോർ മണി വരുന്നു. അതെ അതെ. പിന്നെ 2014 പ്രോപ്പർ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നു. ലൈക്ക് ഭയങ്കര നല്ല ലുക്ക് ആയിരുന്നു അല്ലേ എലൈറ്റിന്റെ പേരും കുറച്ച് ഇതായി പ്രീമിയം ആയിട്ട് കൊണ്ടുവന്നത് 2014 ലൈക്ക് ബീച്ച് ഇന്റീരിയേഴ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെയാണ് 2020 അല്ലേ വരേണ്ടത് i20. അപ്പൊ നമുക്കിനി ലുക്സിലോട്ട് പോവാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N-Lineന്റെ ഫസ്റ്റ് ഇറങ്ങിയ 21 മോഡലാണ്. ഇപ്പൊ 23 ഒരു ചെറിയൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രണ്ട് ലുക്കിന്റെ ഒരു ലോഗോയും പിന്നെ ഇന്റീരിയറിൽ ചെറിയ ബിറ്റ്സ് ഒക്കെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രില്ല് ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ്. അതിപ്പോ ടോപ്പ് പോർഷൻ ആയാലും ലോവർ പോർഷൻ ആയാലും. പിന്നെ ഒരു റെഡ് ഇൻസേർട്സ് ഒക്കെ കൊടുത്ത് ഒരു സ്പോർട്ടി ലുക്കൊക്കെ വരുത്താൻ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2D ലോഗോ. ഇപ്പൊ ഈ ലോഗോ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നപ്പോ ബോണറ്റിന്റെ ഈ ഒരു പോർഷനിലായിട്ട് വന്നിട്ടുണ്ട്. അതൊരു മാറ്റ് ഫിനിഷും ആയിപ്പോയി. അപ്പോൾ ഒരു അപ്പീല് കുറഞ്ഞെന്ന് തന്നെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇതിന്റെ ഒരു ഹെഡ്ലൈറ്റ് സെക്ഷനിലേക്ക് വരാണെങ്കിൽ ഫുൾ LED എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഒരു പാർക്ക് ലൈറ്റ് ഉണ്ട്, ഒരു ചെറിയൊരു ഡിം ലൈറ്റും ഒരു ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റും മാത്രമാണ് അതിന്റെ ഒരു ഹാലജൻ യൂണിറ്റ് വരുന്നുള്ളൂ. ബാക്കി LED പ്രൊജക്ടേഴ്സും ഉണ്ട്, LED DRലും ഉണ്ട്, പിന്നെ ഒരു ഹാലജൻ ഫോഗും ഉണ്ട്. പിന്നെ അതിന്റെ ഒരു ബ്ലാക്ക് ഇൻസേർട്സും എല്ലാം കൊടുത്ത് നല്ല നീറ്റ് ലേഔട്ടാണ്. ഒരു സ്പോർട്ടി ലുക്ക് തന്നെ നമുക്ക് N-Line നിന്ന് കിട്ടുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കോമ്പാക്ട്നെസ് അല്ലേ, ഒരു ഹാച്ച് ബാക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ഇവൺ ഇത് N-Line ആയതുകൊണ്ട് ആ റെഡ് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് വിത്ത് ബ്ലാക്ക്, ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ. ആ സ്കേർട്ടിങ് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ N-Lineന്റെ ബാഡ്ജിങ് കാണാം, ഫുൾ ബ്ലാക്ക്ഡ് ഔട്ട് മിറേഴ്സ് കാണാം. പിന്നെ ഡുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ്സ്, അത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. എന്താ വെച്ചത് N-Line ആയതുകൊണ്ട് ഭയങ്കര ഭംഗി. ടയർ സൈസ് പറയുകയാണെങ്കിൽ 195/55 R16 ആണ് ടയേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഈ ഹാച്ച് ബാക്കിന് വേണ്ട സൈസ് തന്നെയാണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, N-Line ആയതുകൊണ്ട് ഫ്രണ്ടും റെയറും ഡിസ്ക് ബ്രേക്സ് ആണ്. ദാറ്റ് ഈസ് N-Lineന്റെ ഫ്രണ്ട് റെഡ് കാലിപ്പേഴ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സെയിം കളർ തന്നെ, വലിയ റെഡ് കാലിപ്പർ അതിനും കൊടുക്കായിരുന്നു, പക്ഷെ അത് സാധാ കളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം ഇപ്പൊ സൺറൂഫും ഈ ഷാർക്സിന്റെ എഞ്ചിനും നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കുറെ i20യുടെ ബാഡ്ജിങ്സ് കാണാൻ പറ്റും. ടാങ്ക് കപ്പാസിറ്റി 37 ലിറ്റേഴ്സ് ഉള്ളൂ, വിച്ച് ഇസ് ഓക്കെ. ലൈക്ക് ഇത് ഒരു വലിയ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി അല്ലാത്തതുകൊണ്ട് മേ ബി റേഞ്ച് കുറവായിരിക്കും. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകും. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ റിയറിലേക്ക് വരുമ്പോൾ തന്നെ ആ ഫ്രണ്ടിൽ കൊടുത്ത അതേ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഇതിന്റെ ഒരു സ്പോയിലറിലും പിന്നെ ഈ ഒരു സൈഡ് ക്ലാഡിംഗ് ആയിട്ടെല്ലാം കൊടുത്ത് താഴെ ഡിഫ്യൂസർ ട്രീറ്റ്മെന്റും എല്ലാം നല്ലൊരു ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഇതിന്റെ ടെയിൽ ലൈറ്റ്സിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ i20യുടെ ഒരു ബാഡ്ജിങ്ങും ഡീറ്റെയിലിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു നടുക്കിലേക്ക് വരുമ്പോൾ ഒരു റെഡ് ഇൻസേർട്ട് കാണാമെങ്കിലും ഇത് കണ്ടിന്യൂഡ് അല്ല, ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. പിന്നെ അതിന്റെ ഒരു N-Lineന്റെ ബാഡ്ജിങ് ഉണ്ട്, ഡ്യുവൽ എക്സോസ്റ്റ് ടിപ്പ്. ഇതിന്റെ ഒരു എക്സോസ്റ്റ് നോട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ ഒരുപാട് പൊട്ടണ ഒരു ലൈക്ക് സൗണ്ട് അല്ല, ഒരു നോർമൽ ഒരു സൂതിങ് സൗണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സൗണ്ടുമാണ്.
പിന്നെ റിയർ വൈഫർ ഡീഫോഗർ എല്ലാ റെഗുലർ ബിറ്റ്സും പിന്നെ 2 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു ബൂട്ട് 311 ലിറ്റേഴ്സിന്റെ ബൂട്ട് കപ്പാസിറ്റിയാണ് ഹ്യുണ്ടായി ഇതിന് നൽകിയിരിക്കുന്നത്. പാസൽ ഷെൽഫിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല ബ്രാൻഡ് സ്റ്റോക്കിലായിട്ട്. പിന്നെ ബൂട്ട് ലൈറ്റ്സ് ഒന്നുമില്ല. പിന്നെ സ്പീക്കർ പ്ലേസ്മെന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ഹെഡ് റെസ്റ്റ് എല്ലാം കൊടുത്ത് നീറ്റ് ലേ ഔട്ടാണ്. സോ കീ നോക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു നോർമൽ ക്രെറ്റയൊക്കെ ഇറങ്ങിയ ആ ടൈമിലത്തെ സെയിം കീ ആണ്. ഇത് 2021 മോഡലാണ്. ഇപ്പോഴത്തെ മോഡൽ 24 മോഡലില് കീ നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ അതില്ല. ഇതിൽ നമുക്ക് ഹോൺ അടിക്കാം, ബൂട്ട് തുറക്കാൻ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ലോക്കും അൺലോക്കും ഉണ്ട്. ന്യൂല് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കീന്റെ ടോട്ടൽ ഡിഫറെന്റ് ന്യൂ ആണ് കുറച്ചുകൂടി ഭംഗിയുണ്ട് 21-നേക്കാളും. സോ നമുക്ക് എഞ്ചിൻ പരിചയപ്പെടാം. ഇത് ടർബോ GDI എന്നാണ് ഹ്യുണ്ടായി വിളിക്കുന്നത്. 1 ലിറ്റർ 3 സിലിണ്ടർ 118 bhp 172 Nm ടോർക്കും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ 2 എണ്ണം ഉണ്ടല്ലേ, 6 സ്പീഡ് മാനുവലും ഉണ്ട്, 7 സ്പീഡ് DC ഉണ്ട്. ഇതിനൊരു മിസ്സിംഗ് ആ ഡീസലാണ്. 1.5 ലിറ്റർ ഡീസൽ ഉണ്ടായിരുന്നു, ഈ ഇടയ്ക്കാണ് ഡിസ്കണ്ടിന്യൂ ചെയ്തത് നോംസ് കാരണം. അതൊരു അടിപൊളി എഞ്ചിൻ ആയിരുന്നല്ലേ. പക്ഷേ BS6 എമിഷൻ നോംസിന്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അതൊരു ഡിസ്കണ്ടിന്യൂ വന്നത്. അത് ആക്ച്വലി ബെസ്റ്റ് എഞ്ചിൻ ആയിരുന്നു i20 അല്ലേ, മോസ്റ്റ് റിലയബിൾ ഡീസൽ എഞ്ചിൻ ഓഫ് ദാറ്റ് ടൈം. ഇവിടുത്തെ ഇമ്പോർട്ട് ടാക്സ് എല്ലാം കൂടി പ്രശ്നങ്ങൾ കാരണമാണ് 3 സിലിണ്ടർ കൊടുത്തെന്ന് തോന്നുന്നു. അവിടെ പുറത്ത് രാജ്യത്ത് 4 സിലിണ്ടർ ആണ്. അത് വല്ലാത്തൊരു എഞ്ചിൻ ആണല്ലേ. അത് അറൌണ്ട് 160 bhp പവറും ഉണ്ട്. അത് ഭയങ്കര, ശരിക്കും അതാണ് റിയൽ എൻ നമുക്ക് പറയാനാണെങ്കിൽ. കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ. പിന്നെ നോർമൽ പെട്രോൾ ഉണ്ട്, ലൈക്ക് അത് ചൂസ് ചെയ്യണവർക്ക് അവരെടുക്കാം. അത് 4 സിലിണ്ടർ 1.2 ലിറ്റർ കപ്പ ഹ്യുണ്ടായി വിളിക്കുന്നതാണ്. അത് മാനുവൽ ട്രാൻസ്മിഷനും ഉണ്ട്, IVT അത് ഇന്റലിജന്റ് നമ്മുടെ ട്രാൻസ്മിഷൻ. അത് നമ്മുടെ സെയിം CVT സെയിം സംഭവമാണ്. ഓക്കെ, ബാക്കി നമുക്ക് ഇന്ത്യയിൽ സംസാരിക്കാം. സോ ഉള്ളിൽ വരുമ്പോൾ നല്ല ഫീൽ ആട്ടോ, ലൈക്ക് എൻലൈനിന്റെ അവർ ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നുണ്ട് അവർ i20യുടെ ഈ വേരിയന്റിൽ. ഏറ്റവും എടുത്തു പറയേണ്ട സ്റ്റിയറിംഗ് ആണ്. ഇത് എൻലൈനിന് എക്സ്ക്ലൂസീവ് ആണ്. ആ സ്റ്റിയറിംഗ് കാണാൻ എന്ത് ഭംഗിയാണ്. 3 സ്പോക്ക് ലൈക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. എൻലൈനിന്റെ ബാഡ്ജിങ് കാണാം, റെഡ് സ്റ്റിച്ചിങ്സ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ ഒരു പെർഫറേറ്റഡ് ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെതർ തന്നെയാണ്, നല്ല ഹോൾഡ് ചെയ്യാനും നല്ല സുഖമാണ്. പിന്നെ നമുക്ക് ഗിയർ ബോക്സ് കാണുമ്പോൾ ഒരു എൻ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കുറച്ചുകൂടി ഭംഗിയാണ് കാണാൻ. അത് കാണാൻ നല്ല രസമാണ്. അതിന്റെ ഒരു നമുക്ക് പിക്ക് ഇടാം. ഇതിലൊരു ഷിഫ്റ്റ് ലോക്ക് വന്നിട്ടുണ്ട്, അതും ഭയങ്കര യൂസ്ഫുൾ ആണ്. വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിന്റെ USB ചാർജിങ് ഉണ്ട്. USB ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലേ ഔട്ടാണ്. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈക്ക് അതൊരു ഗ്ലോസി കൊടുത്തിട്ട് കുറച്ചൊരു ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ ഗ്ലോസി കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഈ എയറിന്റെ വെൻസും ഇത് മാറ്റുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ റെഡ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. പിന്നെ ഇത് 10.25 ടച്ച് സ്ക്രീൻ ആണ്, നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഇൻഫോർടൈൻമെന്റും അത്യാവശ്യം വലുതാണ്. 10 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് തന്നെയാണ്. ആക്ച്വലി കാണാൻ നല്ല ഭംഗി. പിന്നെ പറയുകയാണെങ്കിൽ ഡോർ പാഡ്സിൽ നമുക്ക് ആ റെഡ് ഇൻസേർട്സ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് വരുന്നത് ബോസ് സ്പീക്കറിന്റെ ആ ഒരു ബോസിന്റെ ബാഡ്ജിങ്. ഇത് 6 സ്പീക്കേഴ്സ് ആണ് ബോസ്. കാണാൻ നല്ല സൗണ്ടും അടിപൊളിയാണ്, നല്ല എഫക്റ്റ് ആണ്. ഇതിന്റെ ആംറെസ്റ്റ് സ്ലൈഡിങ് ആണ്, നല്ല സുഖമാണ്, നല്ല പ്രോപ്പർ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ആംറെസ്റ്റ് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, നല്ല യൂസബിൾ സ്പേസ് ഉണ്ട്. ഈവൻ ഈ എൻലൈൻ ആയതുകൊണ്ട് സീറ്റ്സും റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. എൻലിന്റെ ഇവിടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റേസിംഗ് ട്രാക്കിന്റെ ആ ഒരു ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പിന്നെ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിൽ ബോട്ടിൽ സ്പേസ് വെക്കാം, ഒരു ചെറിയ സ്നാക്സ് എന്തെങ്കിലും വെക്കാം. പിന്നെ നമുക്ക് ഗ്ലവ് ബോക്സ് നോക്കുകയാണെങ്കിൽ നല്ല ഹ്യൂജ് ഗ്ലവ് ബോക്സ് ആണ്. കൂൾഡ് ഗ്ലവ് ബോക്സ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ. പിന്നെ ഇവിടെ 2 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സൺറൂഫിന്റെ 1 ടച്ച് ആണ്, നല്ല രസമാണ്. സൺറൂഫ് അത്യാവശ്യമാണ്, ഇപ്പൊ എല്ലാവർക്കും രസമായിട്ടൊരു ഫീച്ചറാണ് സൺറൂഫ്. ചെറുതാണ് പക്ഷെ യൂസബിൾ സൺറൂഫാണ്. നല്ല ലൈറ്റിംഗ് നമുക്ക് അകത്ത് കിട്ടും. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു ടച്ച്. അവിടെ ഒരു സോഫ്റ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, സ്ക്രാച്ച് വരാണ്ടിരിക്കാൻ സൺഗ്ലാസിന്. പിന്നെ വാനിറ്റി മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ മിറർ ഇല്ല, ഈ സൈഡ് മാത്രം ഒരു മിറർ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല ആൻഡ് ലൈറ്റും ഇല്ല. ഓക്കെ, മിറർ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ബ്ലൂ ലിങ്കിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഡിമിംഗ് ആണ്. പിന്നെ നമുക്ക് ടോയിങ് ഹുക്കിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എമർജൻസിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ SOS എമർജൻസി അതും കൊടുത്തിട്ടുണ്ട്. ഈ മിററിന്റെ അടിയിൽ തന്നെ ഒരു സ്വിച്ച് ആണ്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് സോ ഗൈസ്, നമുക്ക് ഇതിന്റെ ആക്സസ് ചെയ്യണ ഒരു ഭാഗം തൊട്ട് തുടങ്ങാം. അപ്പോൾ കയറാനായാലും ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആണ് ഇതിന്റെ ഓപ്പണിംഗ് ഡോറ്, എന്നാലും അൾട്രോസിന് അത്രയും വരില്ല. പിന്നെ കയറാനായാലും ഈസിയാണ്. നമുക്ക് ഇതിന്റെ റിയറിലെ ഒരു കംഫർട്ടിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്റ്റിഫ് ഫീലിംഗ് ആണ് ഇതിന്റെ സീറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ലൊരു ഇരിക്കാൻ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര്. ഈവൻ ഇതിന്റെ ഒരു അണ്ടർ തൈ സപ്പോർട്ടായാലും ഓക്കെ എന്നുള്ളൊരു ഫീലിംഗ് ആണ്.
ലെഗ് റൂമും നീ റൂമും ആംപിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഹെഡ് റൂമിന്റെ പോർഷൻ ഇവിടെ ഒരു സ്കൂപ്പിംഗ് വന്നിട്ടുണ്ട്, ഒരു സൺറൂഫിന്റെ ഒരു പോർഷൻ കഴിഞ്ഞിട്ട്. പിന്നെ റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, 2 പോയിന്റ്സിലും ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ഈവൻ കൈ വെക്കാനുള്ള ഒരു പോർഷനിലെല്ലാം പ്രോപ്പർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാഗസിൻ ഹോൾഡേഴ്സ് ഇപ്പോൾ ആകെ പാസഞ്ചർ സൈഡിൽ റിയർ സീറ്റിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടില്ല. 2 AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്, റെഡ് ഇൻസേർട്സ് എല്ലാം കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾസ് എല്ലാം ഫ്രണ്ടിൽ കൊടുക്കുന്ന അതേ കൺട്രോൾസ് തന്നെയാണ് റിയറിലും കിട്ടുള്ളൂ. പിന്നെ ഒരു USB ചാർജിങ് സ്ലോട്ട് വന്നിട്ടുണ്ട്. സെൻട്രലായിട്ട് ഹമ്പ് മീൻ ട്രാൻസ്മിഷനിൽ അത്ര കാര്യമായിട്ടില്ല, ചെറുതായിട്ടുള്ളൂ. ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ 3 പേർക്ക് ഇരിക്കുമ്പോഴും ഇവിടെ തേർഡ് പേഴ്സണിന് ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. 2 ഹെഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റബിൾ. പിന്നെ ഒരു സെൻട്രൽ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കൈയൊക്കെ റെസ്റ്റ് ചെയ്യാൻ പാകത്തിന്. പിന്നെ ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എയർ ബാഗിന്റെ ബാഡ്ജിങ് എല്ലാം അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഇതിൽ 6 എയർ ബാഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ആസ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പറയുന്നത് പോലെ. പിന്നെ ഒരു സീ പില്ലറിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എയറി ഫീലിംഗ് കിട്ടാനും ഒരു ക്ലസ്ട്രോഫോബിക് ഇതും ഒഴിവാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫുൾ ബ്ലാക്ക് ഒരു ഇന്റീരിയർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി തന്നെ ഒരു വേറൊരു ലെവലിലേക്ക് പോയി. പിന്നെ ഈവൻ ഇതിന്റെ ഒരു മെയിൻ്റനൻസിന്റെ ഒരു പാർട്ടിലേക്ക് വരുമ്പോഴായാലും ക്ലീനിങ്, ആ ഒരു ബീജിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസ്, വൈറ്റ് ഇന്റീരിയേഴ്സിന്റെ ഒരു ഇഷ്യൂസ് വരുന്നില്ല, എല്ലാം നീറ്റാണ്. സോ നമുക്ക് ഡ്രൈവ് പോവാല്ലേ? യെസ്. എങ്ങനെയുണ്ട്? ഇനീഷ്യൽ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ക്വിക്ക് റെസ്പോൺസ് എന്നുള്ള ഒരു ഇതിൽ ശാന്തമായിട്ടാണ് എടുക്കുന്നത്. വലിച്ചെടുത്ത് പോണ ഒരു ഫീൽ ഇല്ല, ഭയങ്കര ലീനിയർ ആയിട്ടാണ് ട്രാൻസ്മിഷൻ ഒക്കെ. പെട്ടെന്ന് ക്വിക്ക് ഷിഫ്റ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതെ അതെ. ഒരു ടെർബോ ലാഗ് ഒരു മിഡ് സ്പീഡിലേക്ക് കയറുമ്പോഴേ ഉള്ളൂ, ഇനീഷ്യലി തോന്നിയിട്ടില്ല. പിന്നെ സ്റ്റിയറിംഗ് റീച്ചും ടെലിസ്കോപ്പിക്കും ആണല്ലേ? രണ്ടുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പ് റീച്ചും. പിന്നെ ഇത് 7 സ്പീഡ് DCT അല്ലേ? അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യല്ലേ? ഇപ്പൊ ഒരു 1 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് ആ ഇനീഷ്യലി ഒരു ലാഗ് ഉണ്ടാവും ചെറിയ എഞ്ചിന്റെ, അത് കഴിഞ്ഞാൽ വലിക്കണ്ടല്ലോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഒരു കിക്ക് ഡൗൺ ഒരു ടൈം കൊടുത്താൽ പിന്നെ വണ്ടി കയറിട്ട് ആ ഷിഫ്റ്റ്സ് ഉണ്ട്, ഭയങ്കര ക്വിക്ക് ആണ്. കൊള്ളാട്ടോ, നല്ല എൻജോയിങ് റെവ് കൊടുക്കുമ്പോഴും. അതെ, നല്ല ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട് വണ്ടിയുടെ എഞ്ചിൻ. പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഇവിടെ തന്നെ മാനുവലി കൺട്രോളിങ് ചെയ്യാം. അടിപൊളിയല്ലേ? പക്ഷെ ഇതിന്റെ ഒരു സാഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ കൺട്രോൾസ് നമ്മുടെ കയ്യിൽ കിട്ടില്ല. ആ ഒരു എഞ്ചിന് ഓൺ തോന്നണ പോലെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് പോകും. പക്ഷെ മാനുവലി നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. രണ്ടും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു പാഡൽ ഷിഫ്റ്റേഴ്സും 2 കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ എൻലൈൻ ആയതുകൊണ്ട് കുറച്ച് സ്റ്റിഫറാണ്. നോർമൽ ഐറ്റം കുറച്ചും കൂടെ ബംബിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യണവർക്ക് ഭയങ്കര ഹാൻഡ്ലിങ് ചെയ്യും വണ്ടി. എന്നുവെച്ചാൽ വണ്ടി ഭയങ്കര കുട്ടിയാണ്, ഭയങ്കര വെയിറ്റും കുറവല്ലേ. ഇതിന്റെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് പോലും നോർമൽ ഐറ്റം ഡിഫറെന്റ് ആണല്ലേ? സസ്പെൻഷൻ സ്റ്റിഫ് ആക്കിക്കൊണ്ടായിരിക്കും. ഈവൻ ഇതിന്റെ ഒരു ടേണിംഗ് റേഡിയസ് 5 മീറ്റർ, ഒരു പ്രോപ്പർ സെന്ററിംഗ് ആയാലും എല്ലാം പെർഫെക്റ്റ് ആണ്. ഇപ്പൊ എൻലൈൻ ആയതുകൊണ്ട് എക്സോസ്റ്റ് നോട്ട് വ്യത്യാസം ഉണ്ടല്ലോ, അത് നമുക്ക് അകത്ത് ചെറുതായിട്ട് ഫീലിംഗ് ഉണ്ട് അല്ലേ? നല്ല രസമുള്ള ഒരു ഇതാണ്, ഒരുപാട് അലോസരല്ല, ഒരു പുറത്തെ ആൾക്കാർക്ക് അധികം ഉപദ്രവവും ഇല്ല, നമുക്ക് ആ എക്സോസ്റ്റ് നോട്ട് കേൾക്കുകയും ചെയ്യാം. പൊതുവെ കേൾക്കുന്ന ട്യൂൺഡ് വോയിസ് അല്ല, അവർ ആ എൻലൈൻ ആ ഒരു എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്, അതൊരു നല്ലൊരു കാര്യം. നാവിഗേഷൻ നല്ല ടച്ച്, നല്ല റെസ്പോൺസ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. മാപ്പിന്റെ ലേ ഔട്ട് ആയാലും അത്യാവശ്യം നല്ലതാണ്. വയർലെസ് അല്ല, വയേർഡ് ആണ്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേയും വയേർഡ് ആണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ലേ ഔട്ട് ഇഷ്ടപ്പെട്ടു ടച്ച് സ്ക്രീനിന്റെ. ഈവൻ ആ ഒരു റെസ്പോൺസ്, വോളിയം, മീഡിയ, റേഡിയോ, പെട്ടെന്നുള്ള സ്പീക്കേഴ്സ് അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഹ്യുണ്ടൈ സർവീസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും, ഹിസ്റ്ററി, അഡ്രസ് ബുക്ക്, എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ടച്ച് സ്ക്രീനിൽ തന്നെ. നമുക്ക് സർവീസിന്റെ ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലായി, എവിടെയൊക്കെ സർവീസ് ഉണ്ട്, സർവീസ് സെന്റേഴ്സ് ഉണ്ട്. ബിക്കോസ് നമ്മളിപ്പോ ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് നമുക്ക് പെട്ടെന്ന് വണ്ടിക്ക് ഒരു ഇത് വരികയാണെങ്കിലും നമുക്ക് ഈ ഹ്യുണ്ടൈ ഡീലർഷിപ്പും സർവീസും കുറെ അടുത്തടുത്ത് നിയർ മാപ്പിൽ കാണിക്കും. അത് ഭയങ്കര അടിപൊളിയായ ഒരു കാര്യമാണ്. ഓവറോൾ നല്ലൊരു ടച്ച് സ്ക്രീൻ ആണ്. ഇതിനൊരു വോയിസ് കൺട്രോൾ എനേബിൾഡ് ആയാലും കൊടുത്തിട്ടുണ്ട്. I am feeling cold. Increasing temperature by 2 Celsius. അത്രയ്ക്കും സ്മാർട്ട് ആയിട്ടുള്ള റെസ്പോൺസ് ആണല്ലേ? വോയിസ് കമാൻഡ് നല്ല റെസ്പോൺസ്. എനിക്ക് ഗേജ് ഇഷ്ടപ്പെട്ടോ? ഗേജ് ഓക്കേഷ് എന്നുള്ളൊരു ഫീല് ആണ്. ഒരു ഡയൽസിന്റെ ഡിസൈൻ പോയിട്ട് ഒരു ഫുൾ ഒരു ഡിസൈൻ ലേഔട്ട് തന്നെ മാറി. വെർണ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ വെർണേക്കാളും ഭേദമാണ്. അയ്യോ, വെർണയുടെ ഭയങ്കര മോശമായിട്ടുള്ളത്. വെർണയുടെ ഒരു സ്റ്റിയറിംഗ് ലേഔട്ട് എല്ലാം ഒരു ടൂ സ്പോക്ക് കൊടുത്ത ഒരു ഭയങ്കര ഡിസൈൻ ഫോൾട്ട് ആയി പോയി. പക്ഷെ എന്റെ എപ്പോഴും പ്രിഫറൻസ് അനലോഗ് ആണ്. പക്ഷെ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലേഔട്ട് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ
കംഫർട്ട് ഉണ്ടല്ലേ, സീറ്റിംഗ് ആയാലും നല്ല കംഫർട്ട് ഉണ്ട്. ഈവൻ സ്റ്റിഫർ ആയാലും ആ ഒരു സീറ്റിംഗ് ബോൾസ്റ്ററിംഗ് ഒക്കെ നമ്മൾ ആ സീറ്റിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഒരു ഹയർ സ്പീഡ്സിലൊക്കെ പോയാലും ആ ഒരു വോബ്ലിംഗ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇതിലില്ല. നല്ല ഹോൾഡ് ചെയ്യുന്നുണ്ട് സീറ്റ്സ്. പിന്നെ വെന്റിലേഷൻ ഇല്ല. പിന്നെ ബ്രേക്കിംഗ് ചെയ്യാനുണ്ട്. ബ്രേക്കിംഗ് നല്ല സ്ട്രോങ് ആണ്. റെയർ ഡിസ്കും കൂടി വന്നപ്പോൾ നല്ല ബ്രേക്കിംഗ് നല്ല പെർഫോമൻസ് ആണ് ബ്രേക്കിംഗ്. ഫീച്ചർ വൈസ് എല്ലാം പ്രോപ്പർ എല്ലാം കൊടുത്ത് ഫുൾ പാക്ഡ് ആണ്. മെറ്റൽ പെഡൽസ് ഭംഗിയല്ല അത് കൊടുത്തിരിക്കുന്നത്, സ്പോർട്ടി ഫീൽ കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ ലൈറ്റിംഗ് ഉണ്ട്, അടിയിൽ ആംബിയൻ ലൈറ്റിംഗ് കുറെ കളേഴ്സ് ഉണ്ട് നമ്മുടെ അടിഭാഗത്ത്. സോ നമുക്കൊരു മൈലേജ് പറയുകയാണെങ്കിൽ എത്ര ഉണ്ടാവും, ഒരു 9 ഒക്കെ കിട്ടും അല്ലെ. ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 9 to 12 എന്നുള്ള റേഞ്ചിലാണ് പോകുന്നത്. പിന്നെ ഔട്ട് ഓൺ ഹൈവേസ് അതുപോലെ ശ്രദ്ധിച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14-15 വരെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ആണ് ഇപ്പൊ കുറച്ചുകൂടി എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അടിപൊളിയാണ്. ലോഞ്ച് ചെയ്യാം നമുക്ക് നന്നായിട്ട്. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാനുവൽ കൺട്രോൾസ് കൈ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡ്രൈവ് പക്ഷെ ഇത് കൊള്ളാട്ടോ സെൻസിബിലിറ്റി. നമുക്കൊരു വേർഡിക്റ്റ് പറയാം, ആർക്കാണ് ഈ വണ്ടി ബെസ്റ്റ്? ഈ ഒരു കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ അൾട്രോസിന്റെ റേസർ ഉണ്ട്, പക്ഷെ അതിനൊരു ഓട്ടോമാറ്റിക് ഇല്ല. പിന്നെ വരുന്നൊരു ഫ്രോങ്സ് മാരുതിയുടെ ലെവലാണ്, പക്ഷെ ഫീച്ചർ ലാക്കിംഗ് ആണ്. പക്ഷെ 1 ലിറ്റർ ടർബോ മാനുവൽ വേണ്ടവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഫ്രോങ്സ് ആണ്. ഓട്ടോമാറ്റിക് വേണമെങ്കിൽ TTDSI ഇല്ല. സോ ഇതിന്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ N6 ഉണ്ട്, N8 ഉണ്ട്. N8 ഇപ്പൊ പറയണത് 15.5 lakhs ആണ് ഓൺ റോഡ്. N6 ഉണ്ട്, ലൈക് ചെറിയ ഫീച്ചേഴ്സ് എവിടെയൊക്കെ കുറവുണ്ട്. ലൈക് വാല്യൂ ഫോർ മണി എന്ന് പറയുകയാണെങ്കിൽ N6ന്റെ ഉണ്ട്, പക്ഷെ ഒരു ടോപ്പ് മോഡൽ എല്ലാവരും പ്രിഫർ ചെയ്യാൻ കൂടുതലും. അപ്പൊ N8 എടുക്കുക, 15 lakhs വരും. പക്ഷെ കുഴപ്പമില്ല, ബിക്കോസ് ആ ഒരു സെഗ്മെന്റിൽ ഇതാണ് ബെസ്റ്റ്. അത്ര സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈക് കുറച്ച് നെഗറ്റീവ്സ് നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഇന്റീരിയറിലൊരു പ്ലാസ്റ്റിക് ബിറ്റ്സിന്റെ ഒക്കെ മാറ്റ് കൊടുത്തതിന്റെ ഒരു പ്രശ്നം മാത്രം അങ്ങനത്തെ കുറച്ച് ബിറ്റ്സ് ഒക്കെ ഉണ്ട് ഒരു ഇഷ്യൂസ് പറയാനുള്ളത്. പക്ഷെ ബെസ്റ്റ് ആണ് ഇപ്പത്തെ ഈ സെഗ്മെന്റിൽ മേടിക്കാവുന്ന ബെസ്റ്റ് കാറാണ്. ബട്ട് ഓൾ ടുഗദർ ഒരു പാക്കേജ് ആയിട്ട് നോക്കുമ്പോൾ ഫീച്ചർ പാക്കേജ്. സോ ഹേ ഗൈസ്, അതായിരുന്നു നമ്മുടെ i20 N-Lineന്റെ റിവ്യൂ. നമ്മുടെ ഓട്ടോമൊബൈൽ സീരീസ് അല്ലാണ്ട് നമ്മുടെ ടെക്കും ഗെയിംസിന്റെയും എപ്പിസോഡ്സ് തുടങ്ങുകയാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇതുപോലത്തെ ഇനി റിവ്യൂസും വീഡിയോസും കാണാനായി ഡു സബ്സ്ക്രൈബ് ടു റിവ്യൂ രസം. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ഔഡിയുടെ റിവ്യൂ കാണാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇഷ്ടപ്പെട്ട എന്താ പറയുക, റിവേഴ്സ് ക്യാമറ ക്വാളിറ്റി ആണ്. ഒരു സ്റ്റോക്ക് ആയാലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈവൻ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, എല്ലാം അടിപൊളി അല്ലേ. ഈ വിലക്ക് ഇത്ര ബെസ്റ്റ് ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കണം. ഈവൻ ആ സെൻസേഴ്സിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ മാത്രമേ സെൻസർ ഉള്ളൂ അല്ലേ. പക്ഷെ ഹ്യുണ്ടായിലെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ സെൻസർ വെക്കാൻ പറ്റും. ഇപ്പൊ പുതിയ ഫേസ് ലിഫ്റ്റിൽ വന്നത്